ഹലോ. അപ്പോൾ എങ്ങനെയാണ് ഗൈസ്, ക്ലാസ്സൊക്കെ തുടങ്ങിയോ? എനിക്ക് ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് നെക്സ്റ്റ് വീക്ക് എക്സാമാണ്. എന്നിട്ടും അവർ ഈ ഒരു വീക്ക് ക്ലാസ് വെച്ചു. വെറുതെ അല്ല, റിസർച്ചിൻ്റെ ഇതൊക്കെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പോവാണ്. നാളെ മുതൽ ഞാൻ പോകില്ല. അപ്പം ഞാൻ എൻ്റെ സ്വന്തം 7 മണീൻ്റെ ബസ് 7 മണി 7:05 ബസ്സിന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് 1.5 മണിക്കൂർ അങ്ങോട്ടും 1.5 മണിക്കൂർ ഇങ്ങോട്ടും. ഒരു ദിവസത്തെ 3 മണിക്കൂർ ഞാൻ ബസ്സിൽ തന്നെയാണ് ഗൈസ്, ബസ്സിൽ തന്നെയാണ്. പിന്നെ അച്ഛന് നേരത്തെ പോകേണ്ടതുകൊണ്ട് അച്ഛൻ ആക്കി തന്നു കേട്ടോ, അല്ലെങ്കിൽ അച്ഛൻ തന്നെയാണ് ആക്കിയൊക്കെ തരില്ലേ. രാവിലെ പിന്നെ ഞാൻ 2 പഴത്തിലാണ് കേട്ടോ ഒതുക്കിയത്. ഞാൻ രാവിലെ ഫുഡ് അങ്ങനെ കഴിക്കലില്ല. ക്ലാസ്സിന് പോണ ദിവസം ഞാൻ ഫുഡ് കഴിക്കലില്ല കേട്ടോ, എനിക്ക് നേരം ഉണ്ടാവലില്ല. ഇന്നെന്തോ നേരം കിട്ടിയപ്പോൾ ഞാൻ 2 പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1:30 വരെയല്ലേ ക്ലാസ് ഉള്ളൂ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അനാമിക്കും അദീനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്തുമ്പോൾ അദീനല്ലേനോ, അദീന പിന്നെ വന്നേനു. അനാമികനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടാളും എൻ്റെ +1 +2 കൂട്ടായിരുന്നു കേട്ടോ. അപ്പം അനാമിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ +1 +2 ഒരുമിച്ചായി, ഡിഗ്രി ഒരുമിച്ചായി, PG ഒരുമിച്ചല്ല, എന്നാലും ഞങ്ങൾ ഒപ്പരായിട്ടോ പോകും വരലൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ 9:25 എത്തണ ബസ് 9:02 ഗൈസ് അവിടെ എത്തുന്നത്. കാരണം ചേവായൂർ നല്ല ബ്ലോക്ക് ചെയ്യുന്നു. ചേവായൂർ മുതൽ മെഡിക്കൽ കോളേജ് വരെ നല്ല അടിപൊളി ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഞാൻ ക്ലാസ്സിലിരുന്ന് ഭയങ്കര ഉറക്കം തൂങ്ങുക, വേറെ പരിപാടിയൊന്നുമില്ല. ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി ഉച്ചയ്ക്ക് വിട്ട്, ഉച്ചയ്ക്ക് നമ്മളുടെ സ്വന്തം ഹരേ കൃഷ്ണ ബസ്, ആ ബസ് മാത്രം കേട്ടോ മേലെ കൂടെ പോണത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ കയറുന്നത്. അങ്ങനെ രാവിലെ നല്ല മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല വെയിൽ, നല്ല കൊടും വെയിൽ കേട്ടോ. അങ്ങനെ ഞാൻ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തിയപ്പോഴോ അമ്മ മൂവി കാണുന്നുണ്ട്, സൂര്യ ഫോണും കളിച്ചിരിക്കണേ. എന്ത് സുഖമല്ലേ ഇവർക്ക്. അങ്ങനെ ഞാൻ പിന്നെ ഫസ്റ്റ് എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു, വെയിലൊക്കെ കൊണ്ട് വന്നല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ ഞാൻ ചോറ് എടുത്തിട്ടില്ലേനു കേട്ടോ, ചോറ് കഴിക്കാനുള്ള ഒരു മൂഡ് എനിക്കില്ലേനു. അപ്പം ഞാൻ പിന്നെ പുട്ട് കണ്ടാൽ പുട്ടല്ലേ എടുക്കുള്ളൂ, പുട്ടും ചെറുപയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കൈപ്പപ്പേരി എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കുറച്ച് മൂവിയൊക്കെ കണ്ടിരുന്ന് കേട്ടോ. പിന്നെ ഇന്ന് +1 റിസൾട്ട് വരികയല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ? അപ്പം ദിയ +1 റിസൾട്ടൊക്കെ വന്ന് കേക്കൊക്കെ മുറിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, നാളെ സബ്മിറ്റ് ആക്കണം. അപ്പോൾ ഓക്കെ, ബൈ.